മാങ്ങാട്ടിടം പഞ്ചായത്ത് ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ഇത് മരണാനന്തര ചടങ്ങുകൾക്കായി എത്തുന്നവർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ദൂരെയുള്ള മറ്റു പൊതു ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഇതുകാരണം പ്രതിഷേധം ശക്തമാവുകയാണ്. ശ്മശാനമുണ്ടെങ്കിലും മൃതദേഹവുമായി കിലോമീറ്ററുകൾ താണ്ടേണ്ട ദുരവസ്ഥയാണ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ നാട്ടുകാർക്ക്. 2019 അന്നത്തെ MLA ആയിരുന്ന EP ജയരാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പഞ്ചായത്ത് സ്മൃതി ശ്മശാനം നിർമ്മിച്ചത്. ഉദ്ഘാടന ശേഷം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ 6 മാസത്തോളമായി പൂട്ടിക്കിടക്കുകയാണ്. ഇതുമൂലം മാങ്ങാട്ടിടത്ത് ഒരാൾ മരണപ്പെട്ടാൽ ശവസംസ്കാര ചടങ്ങുകൾക്കായി സമീപ പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാരനായ AP ഉപേന്ദ്രൻ പറഞ്ഞു. പിന്നെ ഈ ശ്മശാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 6 മാസത്തോളമായി ഇത് പ്രവർത്തനരഹിതമല്ല. ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇപ്പം കുറേ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിപ്പം പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് സംസ്കരിക്കലും ചെയ്യുന്നത്. ഇത്രയും ഇതായിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിട്ട് ഇപ്പം നമുക്കൊരു ഉപകാരമില്ലാത്ത പോലെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി എന്തായാലും വേഗം തന്നെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്മശാനം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ശ്മശാനം പ്രവർത്തനക്ഷമമാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഴിമതിയും അനാസ്ഥയും നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. വിഷയത്തിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മാങ്ങാട്ടിടം മണ്ഡലം വൈസ് പ്രസിഡന്റ് TP ഷംസീർ പറഞ്ഞു. ഇതിന് പെട്ടെന്ന് തന്നെ പ്രവർത്തന ആയിട്ടില്ലെങ്കിൽ സമര പരിപാടിയായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ നല്ല തീരുമാനമുണ്ട്. പ്രവർത്തനം തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് നിർത്തിവെച്ചത് അതൊരു നിസാരവൽക്കരണമാണ് ഇവർ കാണുന്നത്. ഒരു മിഷനറീസ് എല്ലാം പറഞ്ഞാൽ ഏത് ലോകത്തായാലും കൊണ്ടുവരാൻ വലിയ ദിവസം ഇന്റർനെറ്റ് യുഗത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല പെട്ടെന്ന് എത്തിക്കാം. ശീലന്തൊരു കളിയുണ്ടെന്നാണ് നമുക്കൊരു സംശയം. എന്ന് വെച്ചാൽ 6 മാസമായിട്ട് ഇതിനൊരു മുൻഗണന കൊടുക്കാണ്ടെന്ന് പഞ്ചായത്തിൻ്റെ ഇതിനും പഞ്ചായത്താണ് ഇതിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിലും ഇതിലെന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇത് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് പഞ്ചായത്ത് വളരെ നിസാരവൽക്കരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിട്ട് 6 മാസത്തോളമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDF അധികാരത്തിനായിട്ട് ആകെ 1 മാസമേ ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഇവിടെ ഭരിച്ചത് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, കേരള ഭരണം ഭരിച്ചതും ഇടതുപക്ഷമാണ്. പക്ഷെ എന്നിട്ട് ഇത്രത്തോളം സ്വാധീനം ഉണ്ടായിട്ട് ഇതിങ്ങനെ പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്തോ ഒരു അഴിമതിയോ കാര്യം ഉണ്ടോ എന്നൊരു സംശയമുണ്ട് നമുക്ക്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുസൗകര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പൂട്ടിക്കിടക്കുമ്പോൾ ശ്മശാനം എപ്പോൾ തുറന്നു കിട്ടുമെന്ന ചോദ്യമാണ് ഇപ്പോൾ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്കായി ഇന്നും മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.